കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വിഷ്ണു രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൽ കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ. ഹേ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് ഏതായാലും 64 ദിവസം കൊണ്ട് 64 കലകളും പഠിച്ച് ഗംഭീരന്മാരായി. ആര്? ആ പൊന്നുണ്ണിക്കണ്ണനും ബലരാമൻ ജ്യേഷ്ഠനും ബലരാമേട്ടൻ രണ്ടുപേരും എല്ലാം പഠിച്ചു. പിന്നെ ഇവിടെ നിൽക്കേണ്ട പഠനം കഴിഞ്ഞാൽ പിന്നെ ഗുരുകുലത്തിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാകുമ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ അറിവ് വിദ്യാഭ്യാസം പൂർത്തിയായില്ലേ ഗുരുദേവ, ഇനി ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. പോകാനുള്ള അനുവാദം തരണം, ഞങ്ങൾ എന്താണ് അങ്ങേക്ക് ഗുരുദക്ഷിണ തരേണ്ടത് എന്ന് കൂടി ചോദിച്ചു. അവിടെയാണ് നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാന്ദീപനി മഹർഷി പറഞ്ഞു, മാധവ, ഒരു ഗുരുവിന് ഏറ്റവും പ്രിയമെന്നത് അറിവ് പൂർത്തിയാക്കിയ പഠിതാവിനെ കാണുക എന്നത് തന്നെയാണ്. അതാണ് കുഞ്ഞെ, നീ തന്നെയാണ് എൻ്റെ ഗുരുദക്ഷിണ, എനിക്ക് വേറൊന്നും വേണ്ടാന്ന് അദ്ദേഹം പറഞ്ഞു. അറിവ് അർഹമായ പാത്രത്തിൽ വിളമ്പിയ ചാരിതാർത്ഥ്യത്തോട് ഞാൻ വസിച്ചു കൊള്ളാം. ഞാൻ പഠിപ്പിക്കേണ്ട ആളെ പഠിപ്പിച്ചു എന്നുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ, അത് മതി എനിക്കെന്നാണ് പറയുന്നത് ഇദ്ദേഹം. വസന്തകാലം കഴിയുന്നതിന് മുമ്പേ പോകരുത്. വസന്തം കഴിഞ്ഞ് ശിശിര മാസം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ പറയുന്നു, ഗുരുദേവ, വിദ്യ പൂർണ്ണമാകണമെങ്കിൽ ഗുരുവിന് ദക്ഷിണ നൽകണ്ടേ? അത് തീർച്ചയായും വേണം. അത് തെറ്റായ ധർമ്മമോ കർമ്മമോ അല്ലല്ലോ. ഗുരുവിൻ്റെ ആനന്ദം അദ്ദേഹം നൽകിയ വിദ്യയെ പ്രകാശിപ്പിക്കും, അത് തീർച്ച. ഗുരുവിൻ്റെ മനം കറുത്താൽ അറിവ് ഗ്രഹിച്ചവന് ആപത്താണ് ഗുരുനാഥ, പരിഹാരമില്ലാത്ത ആപത്ത്. അതുകൊണ്ട് അങ്ങ് ദക്ഷിണായി എന്തെങ്കിലും വാങ്ങണം. എല്ലാവർക്കും അറിവ് പറഞ്ഞു കൊടുക്കുകയെന്ന് അതെന്നാണ്. അപ്പൊ കുറച്ചു സമയം മൗനവ്രതത്തിലായി. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പിന്നെ വിചാരിച്ചു, പിന്നെ പറയായിരിക്കും എന്ന് വിചാരിച്ചു. ആ രാത്രിയിൽ ഗുരുദേവൻ ധർമ്മപത്നിയുമായി ആലോചിച്ചു. സാന്ദീപനി പത്നിയോട് പറഞ്ഞു, കൃഷ്ണനും ബലരാമനും വിദ്യ പൂർത്തിയാക്കി. അമാനുഷ പ്രഭ ഉള്ളവരാണ് കേട്ടോ അവര് എന്ന് എൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു. സാധാരണ കുട്ടികളൊന്നും അല്ല അവര്. അങ്ങനെ എൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു. അവർക്ക് മടങ്ങുവാനുള്ള സമയമായി. ഇന്ന് സായാഹ്നത്തിൽ കേശവൻ എൻ്റെ സമീപം വന്നിരുന്നു. ഇന്ന് വൈകുന്നേരം എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഗുരുദക്ഷിണയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ ദക്ഷിണ വാങ്ങേണ്ടത് അവരോട്? നിർബന്ധിച്ചിട്ടാണ് മാധവൻ പോയത്. എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഗുരുദക്ഷിണയായിട്ട് ആ കുട്ടികളോട് എന്താണ് ഞാൻ ചോദിക്കേണ്ടത്? എന്താവശ്യപ്പെട്ടാലും തരുവാൻ അവർക്ക് സാധിക്കും. അതിനുള്ള സന്നദ്ധത അവർ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി പറഞ്ഞു, പ്രഭു, എൻ്റെ മനസ്സിലൊരാഗ്രഹം നാമ്പിട്ട് പോകുന്നു. തെറ്റാണെങ്കിൽ അങ്ങ് ക്ഷമിക്കണേ. ആഗ്രഹമെടുത്ത ഒരു വള എന്നെ തെറ്റിദ്ധരിക്കുകയും അരുത്. രാമനും കൃഷ്ണനും സാധാരണക്കാരല്ല എന്ന് അങ്ങ് തന്നെ പറയുകയുണ്ടായല്ലോ. പരമ്പൊരുളിന്റെ ശക്തി ആവാഹിക്കുന്നവരാണ് അവർ. അവർക്കല്ലാതെ മറ്റാർക്ക് കഴിയും ഇത്ര വേഗം ഈ വിദ്യകളെല്ലാം അഭ്യസിക്കുവാൻ? ആർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നില്ല. എല്ലാം അറിയുന്നവനല്ലേ അങ്ങ്. എന്നെ തെറ്റിദ്ധരിക്കുകയും അരുത്. അവരോട് നഷ്ടപ്പെട്ട നമ്മുടെ മകനെ അന്വേഷിച്ച് തരുവാൻ പറഞ്ഞാലോ? ഇതാണ് ഒരു അമ്മയുടെ മനസ്സ്, ഒരു സ്ത്രീയുടെ മനസ്സ്. ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഗുരുദക്ഷിണയായി ചോദിക്കാം. ഒരു പക്ഷെ അവർക്ക് ഈ കാര്യം അനായാസം സാധിച്ചു തരുവാനും കഴിയും. നമുക്ക് നമ്മുടെ മകനെ കിട്ടുകയും ചെയ്യും. അബലയായ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ അങ്ങ് പൊറുക്കണേന്ന് പറഞ്ഞു. അപ്പൊ സാന്ദീപനി ഒന്നും മിണ്ടാതിരുന്നു കുറച്ചു സമയം. പിന്നീട് പറഞ്ഞില്ല, ആ മകന്റെ
ഓർമ്മ ഒരു ഉൾവിളിയായിട്ട് ഉണർന്നു അദ്ദേഹത്തിന്. എല്ലാം ഒതുക്കി കഴിയുന്നവനാണ് ഞാൻ. മകൻ നഷ്ടപ്പെടുക ഏവർക്കും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ജീവിതത്തിന്റെ മറുകര ബോധ്യമായ തന്നെ പോലുള്ള ഒരാൾ അത്തരം കാര്യത്തിൽ പരിതപിക്കാമോ? അതും ശരിയല്ലല്ലോ. അതിനുവേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കരയുന്നത് ശരിയല്ല, പാടില്ല. അതുകൊണ്ട് ആ ചിന്തക്ക് കടിഞ്ഞാണിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ സാധുശീലയായ തൻ്റെ പത്നി വീണ്ടും അത് ഉണർത്തി. എന്താ ചെയ്യേണ്ടത് ഞാൻ? എന്നാൽ ഗുരുദക്ഷിണയായി മകനെ തിരികെ കൊണ്ടുവരാൻ പറയുക ഔചിത്യമുള്ള കാര്യമാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുമല്ല, അത്ര വേഗം നിർവഹിക്കാവുന്നൊരു കർമ്മവുമല്ല അത്. എങ്ങനെയാണ് അത്തരമൊരു സ്വാർത്ഥത ആ കുട്ടികളോട് ഞാൻ പറയുക? ഗുരുവിൻ്റെ മനം ചിന്താബന്ധുരമായി. ചിന്ത ഉറക്കം കളഞ്ഞു. അതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കയറി പറ്റിയാൽ നമുക്കന്ന് ഉറക്കമുണ്ടാവില്ല. അത് തന്നെ ഇവിടെ സാന്ദീപനിക്കും പറ്റിയത്. മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആഗ്രഹം വരുത്തുന്നതിനെ ഊഹിച്ചറിഞ്ഞു അദ്ദേഹം. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. കുട്ടികളോട് കുറച്ചു ദിവസം നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനിടക്ക് പറഞ്ഞാൽ മതിയില്ലേ. ശരി, ശിശിരത്തിന്റെ ആഗമനം വിളിച്ചോതി ശിശിരപക്ഷികളും വന്നു. എന്താ ശിശിരമാസം വന്നു എന്നർത്ഥം. അപ്പൊ അവർക്ക് പോവാനായി. മഞ്ഞിന്റെ കണികകൾ കറുകത്തുഞ്ചിൽ ഏറെ നേരം നൃത്തം ചെയ്തു. നമ്മ തണുപ്പ് കാലം, വൃശ്ചിക മാസം പോലെ. അപ്പോൾ സാന്ദീപനി മഹർഷിക്ക് സഞ്ചാരം നല്ല ഇഷ്ടമാണ്. സഞ്ചാരപ്രിയനാണ് അദ്ദേഹം. ഒരു വർഷത്തിൽ അദ്ദേഹം സാധാരണ 2 യാത്രകളെങ്കിലും നടത്തും. ഇന്ന് ഗംഗയുടെ തീരത്തേക്കാണ് പോവുക. അവിടെയാണ് വ്യാസാശ്രമം. വേദവ്യാസനുമായി ദീർഘനേരം എത്ര സമയം എന്നറിയാതെ സാന്ദീപനി സംസാരിച്ചിരിക്കും. വേദങ്ങളെക്കുറിച്ചും അവർ ചർച്ച ചെയ്യും. അങ്ങനെയാണല്ലോ, 2 സത്തുക്കള് തമ്മിൽ കണ്ടാൽ, സജ്ജനങ്ങൾ തമ്മിൽ കണ്ടാൽ അവർക്ക് ഭഗവാന്റെ കാര്യങ്ങളേ പറയുവാനുണ്ടാവൂ. എന്നാൽ 2 ദുർജനങ്ങൾ കണ്ടുമുട്ടിയാലോ അവർ വേണ്ടാത്തതൊക്കെ പറഞ്ഞിട്ടാണ് അവർ സമയം കളയുക. അതുമാതിരി ഈ 2 പേരും അറിവിന്റെ നിറകുടങ്ങളാണ്. അപ്പൊ അവർക്ക് പിന്നെ വേദങ്ങളെ കുറിച്ചും ഒക്കെ അല്ലേ പറയാനുണ്ടാവുള്ളൂ. പിന്നീട് ഇദ്ദേഹം പോവുക സമുദ്രതീരത്തെ പ്രഭാസത്തിലേക്കാണ്. അവിടെ പൗർണമിയിൽ സമുദ്രസ്നാനം നടത്തും. അവിടെയാണ് തൻ്റെ മകൻ പോയതും. മുറതെറ്റിക്കാതെ നടത്തുന്ന 2 യാത്രകളാണിത്. അപ്പൊ ശിശിരത്തിന്റെ ആഗമനമാവുകയും ചെയ്തു. രാമകൃഷ്ണന്മാർക്ക് പോകുവാനും കാലമായി. അങ്ങനെ ഇരിക്കൊരു ദിവസം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നാളെ പ്രഭാസ യാത്രക്ക് ഒരുങ്ങുകയാണ്. കുട്ടികളെ, ബലരാമനും കൃഷ്ണനും എന്നോടൊപ്പം പോരുക, മറ്റാരും വരികയും വേണ്ട. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഗുരുവിന്റെ ആജ്ഞ അക്ഷരം പ്രതി അനുസരിച്ചു. സാന്ദീപനിയോടൊപ്പം കൃഷ്ണനും ബലരാമനും പ്രഭാസത്തിലേക്ക് പ്രഭാസ തീരത്തേക്ക്. അവർ ഭൃഗുതീർത്ഥം വരെ പദചലനബദ്ധരായി. അവിടെ നിന്നും തോണിയിലാണ് യാത്ര തുടങ്ങിയത്. കുറേ നടന്നു. അവിടുന്ന് തോണിയിൽ യാത്ര തുടങ്ങി. പ്രഭാസത്തിലേക്കുള്ള യാത്ര കൂടുതൽ സന്തോഷം തനിക്ക് തരുമെന്ന് ഗുരുവിന്റെ മനസ്സിങ്ങനെ മന്ത്രിക്കുകയാണ്. പ്രഭാസത്തിലെ പൗർണമി ദിവസം എത്തി. ഇദ്ദേഹം സ്നാനം ചെയ്യുന്ന ദിവസം എത്തി. ഗുരു സമുദ്ര സ്നാനവും കർമ്മങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അങ്ങനെ തോണിയിൽ യാത്ര ചെയ്യുമ്പോഴും ഗുരുവിന്റെ വദനം കേശവൻ ശ്രദ്ധിച്ചിരുന്നു. എല്ലാം അറിയുന്ന ആളല്ലേ, അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഒന്നുണ്ടോ? അവിടെ കളിയാടിയത് സന്തോഷമല്ല, പക്ഷെ സങ്കടാണ്, സന്താപമാണ്. പറയുവാനാവാത്ത എന്തോ ഒരു കാര്യം മനസ്സിൽ ഞെരുക്കി നടക്കുന്ന ഒരാളാണ് ഗുരുവെന്ന് നമ്മുടെ ഗുരുവായൂരപ്പനായ ആ പരമകാരുണികനായ ആ പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിലായി. സമുദ്രസ്നാന സമയത്തൊന്നും ഗുരു ഒന്നും സംസാരിച്ചില്ല. പൗർണമിയുടെ ആദ്യ യാമം, വാരുളി വീശുന്ന മാധവമാസത്തിന്റെ സൗന്ദര്യം അവിടെ പതഞ്ഞൊഴുകി. ചന്ദ്രിക സമുദ്രതീരത്ത് മതാലസ്യായിട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. അതാണ്
നീലസമുദ്രത്തിൽ നേർത്ത തിരമാലയില് മഞ്ഞാട വീണുടഞ്ഞപ്പോൾ സമുദ്രം സമാഗമ സുന്ദരിയായി. സമുദ്രത്തിനും വന്നു ഒരു സൗന്ദര്യം. എവിടെ എവിടെ നോക്കിയാലും സൗന്ദര്യം തന്നെ. അങ്ങനെ ഭഗവാൻ സമുദ്രതീരത്തൂടെ മെല്ലെ നടന്നു. ഇളങ്കാറ്റ് ഒതുങ്ങി പെരുമാറി. മഞ്ഞുതുള്ളികൾ കേശവനിൽ പതിച്ചില്ല. എല്ലാവർക്കും ഭയഭക്തി ബഹുമാനത്തോടെയല്ലേ. എല്ലാ പ്രകൃതി മുഴുവനും അങ്ങനെയാണ് ഭഗവാനെ കണ്ടാല്. ലോകപതിയല്ലേ അദ്ദേഹം. അദ്ദേഹത്തെ കാത്തു നിന്നു പ്രകൃതി. അല്പം കഴിഞ്ഞ സമയത്ത് തന്നെ മാധവൻ അകലെ സമുദ്രതീരത്തൊരു നിഴല് കണ്ടു. ചലനം നഷ്ടപ്പെട്ട രൂപത്തിന്റെ ഛായ തന്നെയാണത്. ഇങ്ങനെ നിശ്ചലമായി നിൽക്കുന്നൊരു രൂപം. കേശവൻ അങ്ങോട്ട് നടന്നു. പേടിയൊന്നുമില്ലല്ലോ. അല്പം കൂടെ അടുത്തപ്പോൾ അതൊരു മനുഷ്യരൂപമാണെന്ന് എനിക്ക് മനസ്സിലായി. നേർത്ത തിരകളിൽ തുള്ളിക്കളിക്കുന്ന ചന്ദ്രിക നോക്കി നിൽക്കുകയാണ് ആ രൂപം. ഭഗവാൻ കുറച്ചുകൂടി വേഗത്തിൽ നടന്നു. അടുത്തെത്തും മുമ്പ് തന്റെ ഗുരുവാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. മണലിൽ ചവിട്ടുമ്പോൾ നേർത്ത ശബ്ദം പോലും വലുതായി കേൾക്കുന്നു. അങ്ങനെയുള്ളൊരു നിശബ്ദതയാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം നിശ്ചേഷ്ടനായി നിൽക്കുന്നു, അനങ്ങുന്നില്ല. മാധവൻ വരുന്ന സാന്ദീപനി മഹർഷി അറിഞ്ഞതേയില്ല. ആ സമുദ്രത്തിന്റെ പെരുമാറിലേക്ക് ഇങ്ങനെ കണ്ണു നട്ടു നിൽക്കുകയാണ് ഗുരുനാഥൻ. എന്തോ പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ട് അന്വേഷിക്കുന്ന ഒരു മുഖഭാവം അദ്ദേഹത്തിന്. താൻ വന്നതും പിന്നിൽ നിന്നതും ഗുരു അറിഞ്ഞില്ല എന്ന് മാധവന് ബോധ്യമായി. ഗുരുവിന്റെ മനസ്സിൽ ആഴത്തിലുള്ളൊരു ദുഃഖം, എന്തോ ഒരു ദുഃഖമുണ്ട്. നിരന്തരം അത് അദ്ദേഹത്തെ നീറ്റുന്നു. എന്താവാം അത് എന്ന് അറിയാൻ വേണ്ടി മെല്ലൊന്ന് മുരടനക്കി ഇട്ടെന്ന് കേട്ട് തിരിഞ്ഞുപോയി ഗുരുനാഥൻ. മറ്റേതോ ലോകത്ത് നിന്ന് വന്ന് പതിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലേ ആയിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ എന്തോ ചിന്തി അഗാധമായ ദുഃഖത്തിൽ ഇങ്ങനെ വിട്ടുപോയി അദ്ദേഹം. ആരാണത്? കൃഷ്ണനാണോ? എന്താണ് എന്ന് ചോദിച്ചു. നേരെ പറഞ്ഞു, ഒറ്റക്ക് നിൽക്കുന്നത് കണ്ടിട്ട് വന്നതാണ്. വീണ്ടും സംസാരശേഷി നഷ്ടപ്പെട്ടതുപോലെ സാന്ദീപനി മഹർഷി നിന്നു. 10 വർഷങ്ങൾക്കപ്പുറത്ത് ഇതുപോലൊരു ശിശിര പൗർണമിയിലാണ് ആ സംഭവം ഉണ്ടായത്. എന്താ സംഭവം? താനും മകനും ശിഷ്യരുമൊത്ത് പൗർണമിയിൽ സമുദ്ര സ്നാനം നടത്തുവാൻ വന്നു. ബാലന്മാർ മണലിൽ ഓടിക്കളിച്ചു. കുട്ടികൾ അങ്ങനെയാണല്ലോ. വെള്ളത്തിൽ മുങ്ങാൻ കുഴിയിട്ടു. അപ്പോഴെല്ലാം താൻ ഓർമ്മിപ്പിച്ചു, ആഴത്തിൽ പോകരുത്. പൗർണമി ആസ്വദിച്ച് വെള്ളിൽ പക്ഷികളെ പോലെ അവർ മണൽപ്പുറത്ത് പറന്ന് നടന്നു. കുട്ടികള് ഏറെ നേരം കടന്നു. സമുദ്രസ്നാനം കഴിഞ്ഞ് സാന്ദീപനി പത്മാസനത്തിൽ ധ്യാനത്തിലിരുന്നു. അപ്പൊ ഗുരുപുത്രന് ശിഷ്യന്മാര് ജലക്രീഡയിൽ തന്നെ. അവരെ കയറിയിട്ടൊന്നുമില്ല. അവരെ നോക്കി പനിമതി പുഞ്ചിരിച്ചു. കളങ്കമില്ലാത്ത ആകാശത്ത് നിന്നും വാനത്ത് നക്ഷത്ര കുഞ്ഞുങ്ങൾ കൈകൊട്ടി ചിരിച്ചു ഇവരുടെ കളി കണ്ടിട്ട്. അങ്ങനെ ഗുരുസുധൻ ആ സമയത്ത് പറഞ്ഞു, നമുക്കൊരിക്കൽ കൂടി കടലില് മുങ്ങാ. ഇതാ അവിടെ ചന്ദ്രിക നിഴൽ വീശുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് നമ്മുടെ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ തന്നെ ഏറെ നേരമായി ഗുരുപുത്ര, നമുക്ക് നിർത്താം എന്ന് കുട്ടികൾ പറഞ്ഞു. ഇല്ല, നിങ്ങൾ വരണം, ഒരിക്കൽ കൂടെ മതി. ഇനി നിർബന്ധിക്കരുത്. ഇല്ല. അവർ ആഹ്ലാദത്തോടെ കടലിലേക്ക് കുതിച്ചു ചാടി. വീണ്ടും അദ്ദേഹം ധ്യാനത്തിലുണ്ട്. പക്ഷെ കടല് പെട്ടെന്ന് നിലവിട്ടൊന്നിളകി. അകലെ നിന്നും ഭീകരമായ ഒരു തിരമാല ചുരുണ്ട് വരികയും ചെയ്തു. എല്ലാവരും മത്സ്യങ്ങളെ പോലെ നീന്തി തുടിച്ചു. ഒപ്പം മുങ്ങി തീരത്തേക്ക് നീന്തി കയറുകയും ചെയ്തു. കുട്ടികൾ എല്ലാവരും കരക്കണഞ്ഞു ചുറ്റും നോക്കി. എവിടെ ഗുരുപുത്രൻ? എവിടെ? ഗുരുവിന്റെ പുത്രനെ കാണുന്നില്ല. ശിഷ്യന്മാർക്ക് പരിഭ്രമായി. കടലിലേക്ക് ചാടി തിരയാവുന്നിടത്തോളം തിരഞ്ഞവര്. ഗുരുപുത്രനില്ല. നിശ്ചലരായി പരിഭ്രമിച്ച് കണ്ണുനീർ തൂവി അവർ ഗുരുനികടത്തിലെത്തി. കരഞ്ഞുകൊണ്ട് അവര് ഗുരുനാഥന്റെ അടുത്തെത്തി. അപ്പൊ ഗുരുനാഥൻ ഉണർന്നെഴുന്നേറ്റു. ശിഷ്യന്മാർ നിലവിളിക്കുകയാണ്. എന്താ സംഭവം? വിവരങ്ങൾ അന്വേഷിച്ചു. അവര് എങ്ങനെയോ ഒരു വിധത്തില് പറഞ്ഞു ഒപ്പിച്ചു അവര്. അപ്പോ തന്റെ മകൻ നഷ്ടപ്പെട്ട കാര്യം ഒരു വെള്ളടി പോലെയാണ് അദ്ദേഹത്തിൽ പതിഞ്ഞത്.
അദ്ദേഹം കരഞ്ഞില്ല. പക്ഷേ ഒന്നുകൂടെ അന്വേഷിക്കൂ കുട്ടികളെ എന്ന് പറഞ്ഞു. ഒരു വീണ്ടും കടലിൽ ചാടി. എന്ത് കാര്യം? ഒരു കാര്യമില്ലായിരുന്നു. കാനം ഗുരു പറഞ്ഞു, കടലിൽ ശവങ്ങൾ സൂക്ഷിക്കാറില്ല, അത് തിരികെ എത്തും, നമുക്ക് കാത്തിരിക്കാന്ന് പറഞ്ഞു. മകൻ മരിച്ചു തന്നെ അദ്ദേഹം ഏതായാലും തീർച്ചപ്പെടുത്തി. അങ്ങനെ ഗുരുസുതന്റെ ശവശരീരം വരുന്നതും കാത്തിട്ട് വരിങ്ങനെ നിന്നു. 3 രാപ്പകല് കരയിൽ കഴിഞ്ഞു. 3 ദിവസം രാവും പകലും അവിടെ നിരാഹാരായി നിർനിദ്ര, ഉറക്കൂല ഊണുമില്ലാതെ അവര് ഈ കടൽ തീരത്തിങ്ങനെ ചെയ്തു പോയൊരു ആഹ്ലാദം. അതാണ് പറയുന്നത്, ഒരു കുന്നിനൊരു കുഴിയുണ്ടാവും, ഒരു സന്തോഷത്തിന് സന്താപം ഉണ്ടാവും എന്നൊക്കെ പറയുന്നില്ലേ. കൂടുതൽ സന്തോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ലേ, അതിതാണ്. എവിടെ 3 ദിവസം കഴിഞ്ഞിട്ട് ശവശരീരം കരയിലെത്തിയതുമില്ല. പ്രതീക്ഷയുടെ ബലിപുഷ്പങ്ങളായി ഗുരുവും കൂട്ടരും മടങ്ങി. പിന്നെന്ത് വേണ്ടത് അവര്? അങ്ങനെ അവര് മടങ്ങി. അത് എല്ലാം അവര് ഒരു നിമിഷം കൊണ്ട് ഈ ഗുരുനാഥൻ അതൊക്കെ ഓർത്തു. അതൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നു അദ്ദേഹം. അപ്പൊ ഭഗവാൻ ചോദിച്ചു, ഗുരുദേവ, എന്താണ് അങ്ങയുടെ ഈ നിശബ്ദതക്ക് കാരണം? ഈ നിശ്ചലതയ്ക്ക് എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പൊ വീണ്ടും കടൽക്കരയിൽ കൊണ്ടുവന്നു. ഭഗവാന്റെ ചോദ്യാന്ന് വീണ്ടും കടൽക്കരയിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിന് കൊണ്ടുപോയത്. ഓർമ്മകളുടെ ലോകത്തായിരുന്നല്ലോ അദ്ദേഹം. ഒരിക്കലും ഓർക്കരുതെന്ന് വെച്ച് മനസ്സിന്റെ ഇരുണ്ട കോണിൽ തള്ളിയിരുന്ന തപ്ത ചിന്തകളാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിലെ വന്ന് നിറയുന്നത്. അത് സഹിക്കുവാനാവാതെ മനസ്സ് ഞരങ്ങുന്നു. മനസ്സിങ്ങനെ ദുഃഖത്തിന്റെ എന്നാ പറയാ, ഒരു മൂർത്തിമത് ഭാവമായിപ്പോയി അദ്ദേഹം. അങ്ങനെ ഇങ്ങനെ ഭൂതകാലത്തുനിന്ന് വരുന്നത് പോലെ, ഏതോ ഗുഹേരുള്ളിന്ന് വരുന്നത് പോലെ ചില ശബ്ദങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വാക്കുകളായി പുറത്തു വന്നു. മാധവ, എനിക്ക് പിണ്ടക്രിയ നടത്തുവാൻ ഒരു മകൻ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് അവനെ എനിക്ക് നഷ്ടപ്പെട്ടു. അത് ഓർത്തിട്ടാണ് എൻ്റെ ഹൃദയം ഇങ്ങനെ തേങ്ങുന്നത് ഉണ്ണി. അവൻ കടലിൽ കുളിക്കുവാൻ ഇറങ്ങിയതാണ്. മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മരിച്ചെങ്കിൽ കടൽ ശവത്തെ തിരികെ തരൂ, അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ കുട്ടി എങ്ങനെ പോയെന്ന് എനിക്ക് അറിയുന്നില്ല മാധവ. അതോർത്ത് നിത്യവും ആഴുകുന്ന മനസ്സുമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ജീവശവം പോലെ ഇങ്ങനെ കഴിയുന്നത്. ഒരു നിമിഷം കഴിഞ്ഞിട്ട് അവൻ നടന്നും ചെയ്തു. ആരോടെന്നില്ലാതെ തന്നെ ആത്മകഥം പോലെ അദ്ദേഹം പറയുന്നു, ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ, അവനും കൂടി വേണ്ടെന്ന് ഭഗവാൻ ചിന്തിച്ചിരിക്കാം. എല്ലാ മുജ്ജന്മത്തിൽ ഞാൻ അനുഷ്ഠിച്ച തെറ്റിനുള്ള ശിക്ഷയും ആകാം ചിലപ്പോ. അങ്ങനെയൊക്കെ ഇദ്ദേഹം സ്വയം പറഞ്ഞും പഴിച്ചും പോയി. സംസാരം നിന്നു. പെട്ടെന്ന് മാധവൻ പറഞ്ഞു, ഗുരു, നഷ്ടപ്പെട്ട അങ്ങയുടെ മകനെ തിരയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗുരുദക്ഷിണയെ അങ്ങ് കരുതിയാൽ മതി. കൃഷ്ണ, എത്ര കാലം കഴിഞ്ഞു പോയി ഉണ്ണി. ഗുരു, ഞാൻ ശ്രമിക്കാം. മാധവ, എങ്ങനെ നിങ്ങളോട് ആ കാര്യം പറയണമെന്ന് വിചാരിച്ച് കുഴങ്ങുകയായിരുന്നു ഞാൻ. അമാനുഷ പ്രഭാവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എങ്കിലും പണ്ടെന്നോ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കൊണ്ടു തരുമോ എന്ന് ചോദിക്കാൻ പറ്റുമോ എനിക്ക്? അത് ചിന്തിച്ച് ചിന്തിച്ച് വേദനിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഭഗവാൻ ഏട്ടൻ്റെ അടുത്തേക്ക് പോയി. ബലരാമേട്ടൻ്റെ കൂടെ അടുത്തേക്ക് പോയി. രണ്ടുപേരും കൂടെ സമുദ്രതീരത്തേക്ക് നടന്നു. അങ്ങനെ രണ്ടുപേരും നടന്ന് ആ രാത്രിയിൽ തന്നെ കടൽക്കരയിലെത്തി. മനോഹരമായ ആ തീരത്തൂടെ അവരിങ്ങനെ നടന്നു. അല്പദൂരം ചെന്നതേ ഉള്ളൂ. അവിടെ കര കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു തുരുത്ത് കണ്ടു. മാധവൻ ആ തുരുത്തിൽ കയറി പത്മാസനം ബന്ധിച്ചിട്ട് അങ്ങനെ ധ്യാനത്തിലിരുന്നു ഭഗവാൻ. ബലരാമൻ സമുദ്രതീരത്ത് തന്നെ കേശവനെ ശ്രദ്ധിച്ചു നിന്നു. എന്താ അവന്റെ പാപം? കടൽ പെട്ടെന്ന് ശാന്തമായി. നേർത്ത തിര പോലുമില്ല. ഭഗവാൻ പത്മാസനത്തിൽ ഇരിക്കുമ്പോ പിന്നെ എന്ത് തിരമാല! അവിടെ വെറും നിശബ്ദത തന്നെയായി. ചന്ദ്രിക കുളിച്ചു. നീലപോരി ഒഴിച്ച പോലെ ശോഭിക്കുന്ന കടല് കാണാൻ എന്തൊരു ഭംഗിയാ! പെട്ടെന്ന് സുന്ദരമായ തേജസ് സമുദ്രമധ്യത്ത് പരന്നു. അഭൗമമായ പ്രകാശധാരയിൽ ജലം സ്വർണവർണ്ണമായി. ആ പ്രകാശപുഞ്ചത്തിന്റെ മധ്യത്ത് സൂര്യസന്നിഭനായ ഒരു തേജോധാമം
ഉയർന്നു വന്നു. അത് വേറെ ആരും ആയിരുന്നില്ല. ആരായിരുന്നു അത്? വരുണദേവനായിരുന്നു. ഭയഭക്തി ബഹുമാനങ്ങളോട് സമുദ്രാധീശൻ കേശവന്റെ മുമ്പിലെത്തി. ബദ്ധാഞ്ജലിയായി കരങ്ങൾ കൂപ്പി ഇങ്ങനെ നിന്നു. കടല് വീണ്ടും ശബ്ദിക്കാൻ തുടങ്ങി. തണുത്ത കാറ്റ് വീശി. അപ്പൊ ഭഗവാൻ ഒന്ന് കണ്ണു മിഴിച്ചു. ഉപ്പുകൈകളോട് ഉപഹാരങ്ങളുമായി കാത്തു നിൽക്കുന്ന വരുണദേവനെ അദ്ദേഹം കണ്ടു. കേശവൻ ആദ്യം സംസാരിച്ചു. വരുണദേവ, വന്ദനം. താങ്കളെ വരുത്തിയത് മറ്റൊന്നിനുമല്ല. എന്റെ ഗുരുവിന്റെ മകൻ ഈ കടലിൽ മുങ്ങിയിരിക്കുന്നു. കുറേ വർഷങ്ങളായി സംഭവം. അവനെ തിരിച്ചു തരണം. അത് പറയാനാണ് ഞാൻ താങ്കളെ സ്മരിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ വരുണൻ പറഞ്ഞു, കേശവ, അങ്ങയെ കാണുവാൻ കഴിഞ്ഞ തന്നെ ഭാഗ്യമായി കരുതുന്നു. പക്ഷെ അടിയനോട് കോപിക്കരുത്. എനിക്കതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയില്ല. വരുണാലയത്തിൽ അങ്ങനെ ഒരു കുട്ടി ഇല്ല താനും. എന്നാലല്ലേ ഞാനിപ്പോ കൊണ്ടുതരിക. വരുണ, കുട്ടിയുടെ ശവശരീരം അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് കടലിൽ വീണവൻ മരിച്ചിട്ടില്ല. ഒന്നുകിൽ ആരെങ്കിലും അവനെ കൊന്നിരിക്കും, അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാകും. ഈ രണ്ടിലൊന്നാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അടിയനൊരു സംശയമുണ്ട് ഭഗവാനെ. എന്താ അത്? ഈ കടൽക്കരയില് പഞ്ചജൻ എന്ന നാമമുള്ള രാക്ഷസൻ വസിക്കുന്നുണ്ട്. അവനാണോ എന്തോ മോശയുടെ മകനെ അപഹരിച്ചെന്ന് അറിയുവാൻ കഴിയുന്നില്ല അടിയന്. വളരെ രഹസ്യ ജീവിതം പുലർത്തുന്നവനാണ് പഞ്ചജനൻ. എന്തായാലും അവനെ തേടിപ്പിടിച്ചാൽ വല്ല അറിവും ലഭിച്ചേക്കും. ഇങ്ങനെ പറഞ്ഞു വരുണൻ മാധവൻ അഭിവാദ്യം ചെയ്തു. അപ്പൊ കേശവൻ അങ്ങ് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങ് പോയിക്കോളൂ എന്ന് അദ്ദേഹം പോയി. സമുദ്രം വീണ്ടും അലറാൻ തുടങ്ങി. ബലരാമനും മാധവനും പഞ്ചജൻ എന്ന രാക്ഷസനെ തേടി പുറപ്പെട്ടു. അങ്ങനെ ഒരു യാമം കഴിഞ്ഞു. അവർ ചന്ദ്രിക പെയ്തിറങ്ങുന്ന കടൽ തീരത്തോട് നടന്നു നീങ്ങി. ഭൂമിയുടെ അലൗകിക സൗന്ദര്യം ആസ്വദിച്ചിട്ടാണ് ഈ യുഗപുരുഷന്മാര് സഞ്ചരിക്കുന്നത്. പെട്ടെന്നാണ് ആ രൂപം മാധവന്റെ മുമ്പിൽ അവതീർണമായത്. ആരാ ഇത്? ഭഗവാൻ ശ്രദ്ധിച്ചു. ചുവന്നു തുടുത്ത കണ്ണുകൾ, അഴിഞ്ഞ തലമുടി മാംസച്ചീറിൽ കുഴഞ്ഞൊറ്റയായി ചടകെട്ടി കിടന്നിരുന്നു. ഇത് തലമുടി. അയ്യോ! ഭീഷണമായ ഭാവം അതാണ് അവനിൽ ഉണ്ടായിരുന്നത്. ആനത്തോലുടുത്ത് പുലിത്തോല് തോളിൽ തൂക്കി, മാറൽ മനോഹരമായ ഒരു വലമ്പിരി ശംഖം കെട്ടിത്തൂക്കി ഉറച്ച കാൽവയ്പോടവൻ മാധവന്റെ സമീപത്തേക്ക് അണഞ്ഞു. എന്നിട്ടോ ഇവർ രണ്ടുപേരും കണ്ടൊന്ന് അലറി. ആ ശബ്ദം ചെവി തുളക്കുന്നതായിരുന്നു. ദിക്കുകളെ തട്ടി രാക്ഷസന്റെ സ്വരം പ്രതിധ്വനിക്കുകയും ചെയ്തു. ചന്ദ്രികയിൽ അവന്റെ മാറിൽ വിശ്രമിച്ചിരുന്ന ശംഖ് തെളിഞ്ഞു വിളങ്ങി. അതിപ്പോ ഭഗവാന് വേണം. പഞ്ചജനൻ മാധവന്റെ നികടത്തിലെത്തി. അപ്പൊ പറഞ്ഞു, പഞ്ചജന, നിന്നോടൊരു കാര്യം അന്വേഷിക്കുവാനാണ് ഞങ്ങൾ വന്നത്. എന്റെ ഗുരുവായ സാന്ദീപനിയുടെ മകനെ ഈ കടലോരത്ത് വെച്ച് നഷ്ടപ്പെട്ടു. നിന്റെ അറിവോടെയാണ് ആ ചോരണം നടന്നിട്ടുള്ളതെന്ന് എനിക്കില്ല. പലരും സംശയിക്കുന്നു, ഞാൻ മാത്രല്ല. നീയാണ് ആ കുട്ടിയെ കൊണ്ടുപോയതെങ്കിൽ അവനെ വിട്ടുതരണം. അത് പറയുവാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. ഇനി ഇതിന് ഉത്തരമായിട്ട് പഞ്ചജനൻ എന്താ പറയുന്നതെന്ന് നമുക്ക് നാളെ നോക്കാം. ഇന്നിപ്പം ഒന്നും ഉത്തരം പറഞ്ഞില്ല. നാളെ പറയുമോ നോക്കാലോ നമുക്ക്. മധുസൂദനനിൻ ചരണാംബുരുഹം മതി തന്നിലിരിക്കണമെപ്പോഴുമേ. ഒരു നാളിലും ആ ചരണം വിടുവാൻ അടിയന്റെ മനസ്സിനു തോന്നരുതേ. ഗുരുവായൂരപ്പ ശരണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.